വയറ് എക്കി പിടിക്കണ്ട കേട്ടോ, സാധാരണ ഉള്ള മാതിരി തന്നെ പിടിച്ചോളേ. എക്കി പിടിക്കണ്ട, സാധാരണ പിടിച്ചോളൂ. പോയിക്കോളൂ. ആരാണ്? ആരാ മനസ്സിലായില്ലല്ലോ. ആശാന്റെ കാഴ്ച പോയാ? എന്റെ കാഴ്ച ഒന്നും പോയിട്ടില്ല. ഈ ആരെ ആശാന്ന് വിളിക്കുന്നത് മനസ്സിലായില്ല. എന്റെ കാഴ്ച പോയാ? ആശാന്റെ കുഞ്ഞുട്ടൻ കാസർഗോഡ്. ഏത് കുഞ്ഞട്ട? ഏത് കാസർഗോഡ്? എന്റെ ആശാനെ. നിങ്ങൾക്ക് എന്ത് പറ്റിയത്? എന്ത് പറ്റിയതോ? ഇവിടെ എന്റെ കടയില് പണിക്കിരുന്നായിരുന്ന കുഞ്ഞുട്ടന? തമാശ അറിയുന്ന അല്ല, അതാണോ? അതെ. നായിച്ച് എന്ന് വരാന്ന് പറഞ്ഞിട്ട് പോയതാണ് പറഞ്ഞത്. ഈ എന്ന് വരാന്ന് പറഞ്ഞിട്ട് പോയത് ഈ 3-ന്റെ അന്ന് ഇങ്ങനെ കയറി വരാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോയതല്ലേ? ദിവസം എത്രയായി? രണ്ടാഴ്ച. എനിക്കൊന്ന് പറഞ്ഞൂടാ. ഞാൻ വന്നിട്ട് ഇപ്പൊ എത്ര ദിവസം കഴിഞ്ഞ വരലൂ എന്ന് എനിക്ക് പറഞ്ഞൂടെ? എന്ത് പണിയാട്ടെ. ഇവിടെ ആൾക്കാർ വന്നിട്ട് ഞാൻ തയ്ക്കാൻ കൊടുത്ത 2 ഷർട്ട് അങ്ങോട്ടും കൂടെ മാറ്റി കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് വല്ലാത്തൊരു ഷർട്ടും ഇങ്ങനെ വണ്ണമുള്ള ഒരാൾക്ക് ആകെ ഇടുക്കിയ ഷർട്ടും കൊടുത്തയച്ചിട്ട് എന്റെ മുഖത്തേക്ക് ഇറങ്ങിട്ട് അവര് പോയത്. സതീശൻ ഗിരീശൊന്നും അറിയില്ല, ആരാന്ന് അറിയില്ല. ഇവിടെ വന്നിട്ട് ഇച്ചെടുത്ത് കൊടുത്താണ് പോയല്ല. ഇത് പോണേ അവർക്ക് സാധനം കൊടുക്കണോ? അയ്യ ഈ എടുത്തു കൊടുത്തോ? ഞാൻ അവരുടെ വെച്ച് വെച്ചേ എവിടെയായിരുന്നു? എന്റെ ആശാന് അമ്മക്ക് സുഖമില്ലാന്ന് പറഞ്ഞല്ലേ പോയിനി. പോകുമ്പോ അമ്മക്ക് ഒരു സൂക്കേടില്ല. അമ്മ എനക്കൊരു പെണ്ണിനെ കണ്ടിരി കല്യാണം കഴിക്കാൻ വേണ്ടിട്ട്. അത് കാണാൻ പോയത്. പെണ്ണെട്ടാൻ പോയിട്ടായിരുന്നു. നമുക്ക് എന്നെ വിളിച്ച് പറയണ്ട. ഞാൻ അങ്ങനെ ഒരു പെണ്ണ് കാണാണ്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്ന ഇടങ്ങറാക്കണോ? ഇത് വേണോ? എന്നിട്ട് എന്താ ചേട്ടൻ പെണ്ണാണല്ലേ? പെണ്ണിനെ കണ്ട് എനക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ വേറെ നോക്കിട്ടാ ജാതവും കുറിപ്പും എല്ലാം നോക്കി, തലക്കുറിപ്പും എല്ലാം നോക്കുമ്പോ കറക്റ്റ് ആ വീട്ടിനടുത്ത് തന്നെ. കുറച്ച് ദൂരം ഉണ്ട്, എന്നാലും പ്രശ്നമില്ലപ്പാ. പോയി വരേണ്ട ദൂരേ ഇല്ലു. ദിവസം ബസ്സിൽ പോവാ. എല്ലാം ശരിയായി. എന്റെ ഇക്ക എന്തിനാ പറയേണ്ടത്? ഈ നിശ്ചയം കഴിക്കേണ്ട തലേന്ന് രാത്രി ഒരു ഫോൺ വിളിച്ചിട്ടാ പറയുന്നത് എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ്. പെണ്ണിനെ എന്നെ ഇഷ്ടപ്പെട്ടില്ല? എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല? എനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടാന്നല്ല, പെണ്ണിന് എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ്. എന്നെ ഇഷ്ടപ്പെട്ടില്ല? ഓക്കെ, എന്നെ എന്റെ ഈ മുടിയൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. അങ്ങനെ എന്റെ മുടി കണ്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെടാ. എന്റെ ഇക്ക ഓളാണെങ്കിൽ ഓളെ കാക്കൊരു മന്ത്. മന്ത് വെറും മന്തല്ല, ഒരു 25 കിലോ വരും ഏകദേശം. ഞാൻ നോക്കിയിട്ടത്. അങ്ങനത്തെ ഒരു പെണ്ണിനെ ഞാൻ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ആൾക്കാരെ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടിട്ട. എന്താണ് ഇത്ര എന്താക്കല്? ഞാൻ വേണ്ട, പോയി പണി നോക്കട്ടോ. അങ്ങനെയൊന്നും നിക്കണ്ട കാര്യമില്ല. ഒന്നാമത്തെ ടൈലറാന്ന് പറഞ്ഞിട്ട് മുഖത്തേക്ക് തുപ്പിട്ട് ഇങ്ങോട്ട് പറഞ്ഞോ? അതൊന്നും സമ്മതിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇങ്ങോട്ട് പോന്നിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്റെ ആശാനെ കാണാൻ പറ്റില്ല എനിക്ക്. എന്തേലും നന്നായി എപ്പോഴെങ്കിലും പോന്നത്. എന്തായിരുന്നു ഇവിടുത്തെ സ്ഥിതി ചേട്ടായി? എന്തായി? ആൾക്കാരിങ്ങനെ വരലും പൂവലും ആകെ അതടിക്ക് ഇതടിക്ക് പറഞ്ഞ് ഇക്കാണിച്ച് നിക്കാൻ കള്ളില്ലാത്ത ഇത് എന്താ പറയണ്ടൊന്നുമില്ല. ഒരാളുടെ സഹായത്തിന് കിട്ടാണ്ട് അതുമില്ല. ആകെ അങ്ങോട്ട് ഇടങ്ങറായി. പീടിയില്ല തിരക്കാ. അയ്യോ, ഞാൻ ഇല്ലാണ്ടാ കുറച്ച് ദിവസം തിരക്കായി. അല്ല അതല്ല, അങ്ങനെയൊക്കെ ആകെ അങ്ങടെ ഇടങ്ങറായി എന്ന് പറയാ. അല്ലാണ്ട് വന്നായി. ആശാനെ മറ്റോ അരിയുണ്ടോ അതിലുണ്ട് തിന്നാൻ വേണ്ടിട്ട്? അരിയുണ്ടാ? നല്ല അരിയുണ്ട്. ഇക്കാന്റെ ഇഷ്ടപ്പെട്ട അരിയുണ്ടാ? അണ്ടിപ്പരിപ്പും വീട്ടിൽ ഓർത്താ മതി. പണി കാര്യങ്ങൾ നോക്കും. ഇന്ന് ലീവാക്കാൻ പറ്റില്ല അല്ലെ? ക്ഷീണമുണ്ട് ഭയങ്കര. ആടത്തെ വരുന്നല്ലേ. അപ്പൊ എന്തിനാ പോകുന്നത്? യാത്ര 10-12 മണിക്കൂർ യാത്ര ചെയ്ത് ക്ഷീണം ചോറി വർത്താനം വീട്ടിൽ പോവാ. അവിടെ ഭക്ഷണം ഉണ്ടാവുമല്ലോ ഇത്താൻ്റെ അടുത്ത്. ആ കഴിച്ചിട്ട് ബാക്കി നോക്കാം. എന്താ ചെയ്യുന്ന പോയിട്ട് വേഗം വായോ. ഇപ്പൊ ഇത് ബാഗോ ജ്യൂസ് കുടിച്ചിട്ട് ഒന്നും പറയണ്ട. ഈ ചെങ്ങായിയൊക്കെ കാട്ടിക്കൊണ്ട എത്ര ദിവസമായി പോയിട്ട് വെച്ചിട്ടാ? കൊറേ ദിവസമായി കണ്ടിട്ട്. ഒരു കോള് റെഡി ആയിട്ടുണ്ട്. എന്തിന്റെ? അതെ, നമ്മുടെ സ്ഥലം ഒന്ന് നോക്കിയില്ലേ സുരേന്ദ്ര മോലാളി? പുള്ളിക്കൈലൊരു കണ്ണുണ്ടല്ലോ സുരേന്ദ്ര മോലാലി. അന്ന് അവിടെ ഫസ്റ്റിലെ തന്നെ വന്നില്ലേ ആള്? അപ്പൊ പുള്ളി ഇപ്പൊ വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന്. അപ്പൊ പുള്ളി എന്നെ കണ്ടായിരുന്നേ. അപ്പൊ നിങ്ങളത് കൊടുത്തിട്ടില്ലേ? പുള്ളിക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്ന് പറഞ്ഞ അന്ന് പറഞ്ഞ വിലയെ തന്നെ ഉറച്ചു നിക്കണത്. ഞാൻ പറഞ്ഞില്ലേ, അതാണ് കായ് തരൂല. ലോകത്തുള്ള സ്ഥലമൊക്കെ മേടിക്കും. ആൾക്കാർക്ക് അടങ്ങറാന്ന് കണ്ട അപ്പൊ പോയിട്ട് അവരുടെ സ്ഥലം മേടിക്കും. വേറൊരു കാര്യം കൊണ്ട് വരിക, ഈ നോട്ട് നിരോധനമൊക്കെ കഴിഞ്ഞാൽ പിന്നെ കച്ചവടം നടക്കുന്നില്ല. നമ്മ അപ്പടിയും കൂടി കിട്ടുമെന്നും പറഞ്ഞ് കാത്തിരിക്കണെങ്കിലും നല്ലതുണ്ടല്ലോ. അപ്പൊ ആ പറഞ്ഞ വിലക്ക് അങ്ങോട്ട് കൊടുത്തു കളഞ്ഞാൽ നമുക്ക് ഒരു ആസൂത്രം ഇടങ്ങറൊക്കെ ആലോചിക്കുമ്പോ അത് കൊടുക്കാൻ തന്നെയാണ് ഇപ്പൊ എനിക്കും അഭിപ്രായം.
അങ്ങനെയാണെങ്കിലേ പുള്ളി ഇന്ന് വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞു ഫുൾ ഡേ. കാരണം അയാളുടെ ഒരു സ്ഥലക്കച്ചവടം നടന്നിട്ട് കുറെ ഫണ്ട് പുള്ളിയുടെ കയ്യിലുണ്ട്. അങ്ങനെ പോയി കാണാം. എന്നാ വാസൂട്ടിനൊന്ന് വിളിച്ചേ. വിളിക്കാം. ഫോൺ എന്ത് ചെയ്യും? എന്റെ ഫോൺ എവിടെ വെച്ചേ? എന്റെ ഫോൺ ഒന്ന് വിളിച്ചിട്ടേ ഇപ്പൊ തന്നെ സംഗതി നടക്കണ്ടാണ് ഇപ്പൊ തന്നെ ചെയ്യാൻ നല്ലത്. ഇന്ന് ഉച്ചവരെ ഉണ്ടായാലും ഫണ്ട് കൊണ്ടേ ഒരു കച്ചവടം നടന്നിട്ടുണ്ടായാല. ബെല്ലടിക്കുന്നുണ്ട്. ആ ഹലോ ഹലോ. ആഹാ അതെ വാസുട്ടേ. ഹലോ ഹലോ വാസുട്ടേ കേക്കണല്ലേ? ഹലോ എന്താ വരിക? കത്തായതോ? ഹലോ എന്ന് പറഞ്ഞ പിന്നെ അയ്യോ ഒരു ശബ്ദം കേട്ടു. ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റിട്ടുണ്ടാവില്ല. ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ വിളിച്ചേ. അതെ എന്തൊരു ഇടങ്ങറ് പോലെ എനിക്ക് തോന്നി. വിളിച്ചു നോക്കി എന്ത് ഇടങ്ങേറ് ശബ്ദം കേട്ടു അവിടുന്ന്. ഒന്ന് വിളിക്കാത്. അല്ല എന്തൊരു ഇടങ്ങറ് പോലെ തോന്നി. വിളിച്ചു നോക്കി. ഹലോ വാസുട്ടിയെ. വാസുട്ടി അല്ലേ? ഇതാരാണ്? ഞാൻ വാസുട്ടിയുടെ കൂട്ടുകാരനാണ്. ആ ആ ആ പരികുട്ടി. എന്താണ് എന്താണ്? ആ അയ്യോ അതെ. എന്നിട്ട് ഞങ്ങൾ വരാം. ആ ഇത് എവിടെ സ്ഥലം എവിടെ? എന്താ വരിക? എന്താണ്? അവന്റെ അമ്പലത്തിന്റെ അവിടുന്ന്. ആ മറ്റേ വാസുട്ടി പണിയുടെ സ്ഥലം. അച്ചുവേട്ടന്റെ അവിടെയാണോ? അതെ അതെ. ആ അതറിയാം. സ്ഥലം അറിയോ? ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരാം. വാസുട്ടി പേരപ്പുറത്തുനിന്ന് വീണേന്ന്. എന്തെങ്കിലും പറ്റിയോ? ഇല്ല, ഒരു പ്രശ്നമില്ല. ആശുപത്രി പോണോ പറ. എന്തിനാ ആശുപത്രി പോണ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ ആശുപത്രി പോണ്ട കാര്യമില്ല. ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ? എന്താ പറ്റി? നിങ്ങളാരാ? ഞങ്ങള് സുഹൃത്തുക്കളാണ്. നല്ല സുഹൃത്തുക്കളാണ്. ഇയാൾ മദ്യപിച്ചാണ് പേരപ്പുറത്ത് പണി ചെയ്യണത്. ആ പുള്ളി അങ്ങനെ മദ്യപിക്കുന്ന ആളൊന്നുമല്ലല്ലോ. മദ്യപിക്കാൻ എനിക്കറിയാം. ഞാൻ പണിക്ക് വിളിച്ചാൽ മദ്യപിച്ചിട്ടുണ്ട്. എന്റെ പണി പിന്നെ ഞാൻ അറിയാം. എന്താ വാസൂട്ടി പറ്റിയത്? ഒന്നുമില്ലടോ, ഞാൻ ഇയാള് എനിക്കടെ ഈ കുഴപ്പമില്ല. എണീറ്റും പ്രശ്നമൊന്നുമില്ല. ആ തെങ്ങിന്റെ മുകളിൽ തേങ്ങ വീണിട്ട് ഓട് പൊട്ടുകയാണെന്ന് പറഞ്ഞിട്ട് കുറേ ആയി വിളിക്കണു. അപ്പൊ അങ്ങനെ വന്നതാണ്. അതിന്റെ ആ മണ്ഡലം മുകളിൽ കയറി ഇരിക്കുന്ന സമയത്ത് ഏതോ ഒരു തണ്ടി ഫോൺ വിളിക്കുന്നു. ഫോൺ എടുക്കുന്നത്. അപ്പൊ എടുക്കണ്ടെന്ന് വെച്ചാൽ മതി. പക്ഷെ ഞാൻ ഈ വെല്ലടിച്ചിട്ട് ഒന്നാമത്തെ ഇതിന്റെ മുകളിൽ കയറേണ്ട വല്ല. ഞാൻ എന്റെ വീട്ടിലൊരു ഓട് പൊട്ടിട്ട് വന്നില്ലല്ലോ. ഇപ്പൊ ഇതിന്റെ മുകളിൽ കുടിച്ചിട്ട് വന്ന് കയറാനായിട്ട് കുടിച്ചിട്ടേ സ്ലിപ്പായിടാ. അത് സ്ലിപ്പായി പോയി. രണ്ട് കാലം നിൽക്കുന്നില്ല. അപ്പൊ ഇങ്ങോട്ട് ഉരുണ്ട് പേരുടെ താഴത്തുകൂടി ചാടിയതാണ്. പക്ഷെ വന്ന് വീണാണല്ലോ. വന്ന് വീണ നല്ല താളത്തില് വന്ന് വീണോണ്ട് ഒരു കുഴപ്പമില്ല. നല്ല തകതയ്യായിട്ട് എനിക്ക് വരെ ഇപ്പൊ ഇങ്ങള് രണ്ടാളാ വീണെന്ന് വെച്ചാൽ മൂക്കില് പഞ്ഞു വെക്കണ്ടെന്ന്. ഭയങ്കര കേമത്തിനായി എന്റെ വീഴ്ച. എന്തായാലും നന്നായി. ആശുപത്രിയിലെല്ലാം പോണ ഇപ്പൊ എന്തിന്? ഒരു കുഴപ്പമില്ല. ഞാൻ ചോദിക്കില്ല ആശുപത്രി പോണോ. പിന്നെ ഡാൻസ് ഒന്നും കളിക്കണ്ട. ഉണ്ടാക്ക് ചേട്ടാ. നിങ്ങൾക്ക് ഒന്നിച്ച് ഇങ്ങനെ ഈ കോലത്തിൽ കാണുമ്പോ കേട്ടാണ്ടിരുന്നൂടെ അതിന്റെ മുകളിൽ? ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ മദ്യപിച്ചാൽ ഞാൻ അറിഞ്ഞില്ലല്ലോ. എത്ര പ്രാവശ്യം ചോദിച്ചു ആശുപത്രി ചേട്ടാ പോട്ടെ. നമുക്ക് ശരിയാക്കാം. ഒന്ന് നടന്നു നോക്കിയേ. ഒരു കാര്യം ചെയ്യാം. നാളെ ഞാൻ വന്നിട്ട് ചെയ്യാം. കൂട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കിടക്കട്ടെ. അത് അങ്ങനെ കഴിക്കുന്ന ആളൊന്നല്ല. ഇതിപ്പോ ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല. അല്ലങ്ങട ഒരു കാര്യം ചെയ്യും. നിങ്ങൾ രണ്ടാളും കൂടെ കൂടിയിട്ട് അതൊന്നും പോയി ശരിയായി കൊടുക്കും. നാളേക്ക് അത് ശരിയായി കൊടുക്കും കേട്ടാ. പിന്നെ ആ പണി സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചാൽ മതി. പിന്നെ വേറൊരു ഗുണപാഠം, പെരപ്പുറത്തിരിക്കുന്ന സമയത്ത് ആര് ഫോൺ വിളിച്ചാലും എടുക്കരുത്. ഓക്കെ? മനസ്സിലായി. നടക്ക് കുഴപ്പമില്ല.